യേശുവേ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിന്റെ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിന് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. വരാമരുന്ന ആപത്തനർത്ഥകെന്നൊക്കെ ഈ കർത്താവ് കോഴിതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ അതേ സ്തോത്രം നമ്മെ മറച്ച് കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഈ പകൽക്കാലമായിരിക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിനെ എബനേസർ എന്നു പേരിട്ടു. 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. ഹല്ലേലൂയ സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ ഉയർത്തി. ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തി. ആ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ കുടുംബം ആർ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ പ്രിയ മക്കളെ, ഒന്നും ഇല്ലാത്ത ഇടത്ത് നിന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു അർഹതയും പറയാനില്ലാത്ത ഇടത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം അടിനെയും കുടുംബത്തെയും ദൈവം തമ്പുരെ ഇത്രത്തോളം സഹായിച്ച എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായി, ദൈവത്തിന്റെ കരുതനായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നടത്തി എന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാനായിട്ട് ഒന്നുമില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഹല്ലേലൂയ അതേ സ്തോത്രം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരുന്നു, കണ്ണുവീഴ്ച നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതായ ദൈവം ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ സ്തോത്രം. എന്നെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു, എൻ്റെ കുടുംബത്തെ ദൈവം നിർത്തിയെങ്കിൽ അതേ സ്തോത്രം. ഏത് വൈഷമ്യഘട്ടത്തിലും അതേ സ്തോത്രം പച്ചയ പുൽപ്പുറങ്ങളിൽ കൂടി നടത്തി ജയത്തോടെ നടത്തുവാൻ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. എബനേസറിന്റെ ദൈവം നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ കരത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുക, തളർന്നു പോകാനായിട്ട് ഇടയാകത്തില്ല. അതേ സ്തോത്രം. ഇവിടെ 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 7-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. സ്തോത്രം. മിസ്പയെ വെച്ച് ഫെലിസ്ത്യരെല്ലാം തോൽപ്പിക്കപ്പെട്ട ശേഷം ഇവിടെ നമുക്ക് കാണുന്നു, ശമൂവേൽ കടന്നു വന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം, പിന്നെ ശമൂവേൽ കല്ലെടുത്ത് മിസ്പയ്ക്കും സേന്യം മധ്യ നാട്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്ര. ഹല്ലേലൂയ. പല വെല്ലുവിളിയുടെ നടുവിൽ നിൽക്കുമ്പോഴും എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ സ്തോത്ര, സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം നമ്മെ തേടി വന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താം. ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ കഴിയില്ല. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഞങ്ങളെ കുടുംബജീവിതത്തിലേക്കും സ്തോത്രം 1 വർഷം കൂടി ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ സ്തോത്രം പലപ്പോഴും ഞാൻ എൻ്റെ ടെസ്റ്റ് മണികൾ ഞാൻ സ്തോത്രം അതേ ലൈവിൽ കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കർത്താവ് കൊണ്ടുവന്നതല്ലാതെ സ്തോത്രം ഞങ്ങൾ നടന്നതല്ല. കാലുകൾ ഇടറിയ സാഹചര്യത്തിൽ വീണു പോകുമെന്ന് തോന്നിയ സാഹചര്യത്തിലും അതേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെയും തേടി വന്ന കർത്താവ് ഞങ്ങളെ കരം പിടിച്ചു, ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം ഉയർത്തി. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, കർത്താവിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തന്നതുകൊണ്ട് മാത്രമാണ്. ആ കർത്താവിന്റെ സ്നേഹത്തിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതി
സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു എന്ന് പറയാനല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിനകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ശേഷം 4.5 വർഷം ഞങ്ങൾക്കൊരു തലമുറയില്ലാതെ ഞങ്ങൾ ഭാരത്തോടും പ്രയാസത്തോടും ഒക്കെ ആയിരുന്നു. ആ 4.5 വർഷം എന്ന് പറയുന്നത് സ്തോത്രം പ്രിയ മക്കളെ, ആ ഒരു ടൈം ഞങ്ങൾക്ക് വളരെയധികം വേദനയും പ്രയാസമൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് ഓർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും അത് ഞങ്ങളുടെ നന്മയുടെ നാളുകളായിരുന്നു. സ്തോത്രം. ഒത്തിരി കരച്ചിലുണ്ടായി, ഒത്തിരി തകർച്ചകളുണ്ടായി, ഒത്തിരി ഒറ്റപ്പെടലുകളും വേദനകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ഇത്ര വലിയൊരു മഹാഭാഗ്യത്തിനായിട്ട് കർത്താവ് ഞങ്ങൾ ഒരുക്കിയ ഒരു ടൈമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പോടുകൂടി കർത്താവിന്റെ സന്നി പറയുവാനായിട്ട് കഴിയും. സ്തോത്രം. അതേ സ്തോത്രം. മെഡിക്കൽ റിപ്പോർട്ട് ഒരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, കൂടെയുള്ളവരും ഒരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അതിരുകളെ വിസ്താരമാക്കിയ ദൈവം, ഹല്ലേലൂയ, എബ്ബേസ് ദൈവത്തോട് പറഞ്ഞതുപോലെ അത് നിശ്ചയമായിട്ട് നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനർത്ഥം ഞങ്ങൾക്ക് വസ്ത്രത്തിന് കാരണമായി തീരാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയ ദൈവമക്കളെ, പല അനർത്ഥങ്ങൾ, പല ആപത്തുകൾ പതിയിരുന്ന സാഹചര്യത്തിലും സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കൈവിടുന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ കടന്നു വന്ന് സ്തോത്രം. ജീവിതത്തിൽ ഒത്തിരി ഏകാന്തതയുടെ അനുഭവങ്ങൾ കടന്നു വന്ന് ഇനി എങ്ങനെ കർത്താവെ മുന്നോട്ട് എന്ന് ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെയും കരം പിടിച്ച കർത്താവ്, ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവം, ഇതിലെ നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ഒരു ടൈം ചിലപ്പോൾ നീ പ്രയാസം കൂടി ഭാരം കൂടി മധ്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകും. പക്ഷേ അതിനകത്ത് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് സ്തോത്ര മെഡിക്കൽ റിപ്പോർട്ടുകളെ തിരുത്തി മാനുഷികമായി പറഞ്ഞ അതേ വാക്കുകളെ തിരുത്തിക്കൊണ്ട് സ്തോത്രം 2 അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ എന്റെ സ്വർഗത്തിലെ ദൈവം തന്ന് അനുഗ്രഹിക്കുവാനായിട്ടിടയെ തോന്നുന്നു. എവിടെയാണ് ഞാൻ നിന്ദിക്കപ്പെട്ടത് അവിടെ അതേ സ്തോത്രം 2 തലമുറകളെ തന്ന് അതേ സ്തോത്രം കുടുംബമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നല്ലാതെ നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല. പ്രിയ മക്കളെ, ഞങ്ങളുടെ കഴിവല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കർത്താവ് ഞങ്ങളെ തേടി വന്ന് സ്തോത്രം. ഹല്ലേലൂയ. അതേ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് പ്രിയ മക്കളെ സ്തോത്രം. ഹല്ലേലൂയ. അത് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന സ്തോത്രം ഡിഗ്രിക്ക് പഠിക്കുന്ന സാഹചര്യത്തെ സ്തോത്രം ഒരു ദൈവദാസൻ എന്നോട് ഇപ്രകാരം പറയുവാനായിട്ടിടയത്തും നിനക്കൊരു കുടുംബജീവിതം തരും. പക്ഷേ അതൊരു നോർമലായിരിക്കില്ല, ദൈവനാമ മഹത്വത്തിനായിരിക്കുമെന്ന്. പക്ഷേ അന്നൊന്നും ഞാൻ അത് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ സ്തോത്രം എന്റെ ദൈവം എന്നോട് ഇടപെട്ട കാര്യം സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിനായിട്ട് അടിയനെയും കുടുംബത്തെയും കണ്ടിരുന്ന സ്തോത്രം ഞങ്ങളുടെ ചിന്തകൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ ദൈവം ഞങ്ങളെ നടത്തി ഇതുവരെയും കൊണ്ടുവന്നു. ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടെയൊക്കെ കടന്നുപോയി. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ 4 പേരും മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭങ്ങളുണ്ട്. മരിച്ചു എന്ന് വിധിയെഴുതിയ ടൈമുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ സ്തോത്രം. ഹല്ലേലൂയ. ഒരെണ്ണത്തിന് പോലും സ്തോത്രം. ഹല്ലേലൂയ. പ്രാണന് ഹാനി വരുത്താതെ വണ്ണം ഈ നിമിഷം വരെയും ദൈവം ഞങ്ങളെ താങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അതേ കുടുംബജീവിതത്തിന്റെ 24 വർഷക്കാലവും സ്തോത്രം സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. പ്രിയ മക്കളെ, പല ആപത്തുകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. മരണത്തെ മുഖാമുഖമായി കണ്ട സാഹചര്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. തീർന്നു എന്ന് ഡോക്ടർ വിധി എഴുതിയ ടൈമുണ്ട്. മണിക്കൂറുകളും മിനിറ്റുകളും സ്തോത്രം. ഹല്ലേലൂയ ക്ലോക്കിൽ നോക്കി നിന്ന ടൈമുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെയും സ്തോത്രം. ഹല്ലേലൂയ എന്റെ അപ്പൻ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്ര ശമൂവേൽ പറഞ്ഞതുപോലെ സ്തോത്രം ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര രോഗങ്ങളുടെ അനുഭവങ്ങൾ ഒരാൾക്ക് മാറിക്കഴിയുമ്പോൾ മറ്റൊരാൾക്കെന്ന് പറഞ്ഞ് അതേ സ്തോത്രം പലവിധ രോഗങ്ങൾ ഞങ്ങൾ അലട്ടുവാനായിട്ടിടയെത്തുന്നു. ഒരു ആക്സിഡന്റിന് പിറകെ അടുത്തൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പക്ഷെ അവിടെയൊക്കെയും സ്തോത്രം നഷ്ടങ്ങളും തകർച്ചകളും വേദനകളും ഒക്കെ കടന്നു വന്നെങ്കിലും പ്രിയ ദൈവ പൈതലേ സ്തോത്രം എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൂടി ഇരുന്ന് സ്തോത്രം ഇന്ന് ഈ ശബ്ദം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ സ്തോത്രം ദൈവം നിന്നെ കണ്ടിട്ടുണ്ടോ? നിന്നെ കുടുംബത്തെ കണ്ടിട്ടുണ്ടോ? ഏത് കഷ്ടതയുടെ നടുവിൽ കൂടി നീ കടന്നു പോയാലും എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിച്ചു വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തരും. നിനക്ക് പറയുവാനായിട്ട് ദൈവം ഒരു സാക്ഷി തരും. നിന്നെ ഉയർത്തു എന്ന് ദൈവത്തോട് പറയുവാൻ അതേ
മറ്റുള്ളവരോട് പറയുവത്തക്കവണ്ണ ദൈവം ഒരു സാക്ഷ്യം തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു എന്ന് പറയുവാൻ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ അടിയനെ എഴുന്നേൽപ്പിച്ചിരുത്തിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ കഷ്ടതയുടെ ഭാരം കൂടെ പ്രയാസം കൂടെ മധ്യത്തിൽ കടന്നു പോകുമ്പോ അതേ സ്തോത്രം നിരാശപ്പെട്ടു പോകണ്ട, തകർന്നു പോകണ്ട, വേദന അനുഭവിച്ചു പോകണ്ട. അതേ കരം പിടിച്ച കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യത്തോടു കൂടി അതേ സ്തോത്ര ക്രിസ്തുവിന്റെ കൂട്ടായ്മ ബന്ധത്തിൽ ആക്കി വച്ചിരിക്കുമ്പോ ആ കൂട്ടായ്മ ബന്ധത്തിനകത്ത് തന്നെ ഞാനും നിങ്ങളും നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് നിശ്ചയമായിട്ട് പ്രിയ ദൈവപൈതലേ സ്തോത്രം, നിന്നെ ജയത്തോടെ ദൈവം നടത്തും. ഹല്ലേലൂയ. ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവ, നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ, നിന്റെ പരാജയങ്ങൾ കാണാൻ നോക്കി നിൽക്കുമ്പോ ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരാം. അതേ ഓരോ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോ, ഓരോ ആക്സിഡന്റ് കടന്നു വന്നപ്പോ അതേ സ്തോത്ര ഹല്ലേലൂയ ഇവർ തീർന്നു, ഇനി ഇവർ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ ശബ്ദങ്ങൾ ഒത്തിരി ഞങ്ങൾ ഈ ലോകത്തുനിന്ന് കേട്ടു. പക്ഷേ അവിടെയൊക്കെയും കർത്താവിന് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, ഇവിടെ നീ തകർന്നു പോകുകയല്ല, നീ എഴുന്നേൽക്കും, നീ വീണാലും എഴുന്നേൽക്കും. ഹല്ലേലൂയ. അല്പസമയത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കില മഹാദയോട് ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ കുഞ്ഞെ, നീ തളർന്നു പോകരുത്. നിന്റെ ജീവിത യാത്രയിൽ വൈഷമ്യങ്ങൾ കടന്നു വരും. പക്ഷേ അതേ കൂരുണ്ട് അനുഭവങ്ങൾ കൂടി നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷേ അവിടെയൊക്കെയും കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടി നടത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. അതുകൊണ്ട് 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നപ്പോ ദാവീദ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേ നാഥാൻ പ്രവാചകൻ അതേ ദാവീദിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ 2 ശമൂവേൽ 7-ാം വാക്യത്തിൽ, ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിനെ ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. പ്രിയതേ മക്കളെ, ഞാനും നിങ്ങളും അറിയാതിരുന്ന സാഹചര്യത്തെ നമ്മെ തേടി വന്ന നമ്മുടെ പേരിനെ കർത്താവിന്റെ ലിസ്റ്റിനകത്താക്കിയത് തന്നെ ദൈവത്തിന്റെ ഒരു കൃപയാ. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവിടെ പറയുന്നു, അപ്പന്റെ ആടുകളെ മേച്ച് പുൽപ്പുറങ്ങളിൽ നടന്നപ്പോ ഹല്ലേലൂയ തന്നെ ഞാൻ എടുത്തു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാമെങ്കിൽ നമുക്ക് ഹല്ലേലൂയ പറയാം. നമ്മൾ ചിലപ്പോൾ കർത്താവിനെ അറിഞ്ഞ ടൈം മുതലായിരിക്കാം എന്നെ ദൈവം ഇത്രത്തോളം സ്നേഹിച്ചു, അല്ലെങ്കിൽ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയും. പ്രിയതേ മക്കളെ, നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ടാകാരം ആയിരുന്നപ്പോ തന്നെ നമ്മെ കണ്ടതായ ദൈവം, നമ്മെ കുറിച്ചുള്ള പദ്ധതികളെ ഒരുക്കിയതായ ദൈവം. ഹല്ലേലൂയ. ആ പദ്ധതികൾക്ക് വിരോധമായിട്ട് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്ന് കാണും, കഷ്ടങ്ങളും നഷ്ടങ്ങളും ശോധനകളും ഒക്കെ കടന്നു വന്ന് കാണുമായിരിക്കും. പക്ഷേ അവിടെയും നിന്നും ദൈവം നമ്മെ ഒന്നിനും ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം. ഹല്ലേലൂയ. അതേ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം. നിന്റെ തലയിൽ നിന്ന് ഒരു രോമം തൊഴിഞ്ഞു പോകുവാൻ ഇടയാകാതെ വേണം. എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ കാത്തു ഇത്രവരെയും പരിപാലിച്ചുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അതേ ദൈവം ഞങ്ങളെയും തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, കർത്താവിന്റെ പ്രിയ മക്കളാക്കി മാറ്റിയ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്ര 11-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും, അത്രയുമല്ല യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്യുന്ന. സ്തോത്ര. അങ്ങനെ നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അതേ സ്തോത്രം, നിനക്ക് സ്വസ്ഥത തന്ന് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടതിനെ പണിത് തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ഒടുവിൽ നിനക്ക് പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത വിടുതലുകളെ ഓർത്തുകൊണ്ട് പറയുവാനായിട്ട് കഴിയും. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതാ നമുക്ക് കാണുന്നത്. അതേ സ്തോത്രം 7-ാം 18-ാം വാക്യത്തിലേക്ക് കടന്നു വന്നപ്പോ ദാവീദ് അകത്ത് ചെന്നിട്ട് അതേ യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദാവീദിനെ പറ്റി കാണുന്നു. പഞ്ഞിനൂൽ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, തന്റെ രാജവസ്ത്രം മാറ്റിവെച്ച് അതേ സ്തോത്രം ഒരു പോസ്റ്റിനെ പോലെ ദൈവത്തെ ആരാധിക്കുന്നത്. പ്രിയതേ മക്കളെ, തന്റെ
തന്റെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം. അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിൽ കിടന്നപ്പോഴാ തന്നെ സ്തോത്രം കടിച്ചീറാൻ കടന്നു വന്ന ചെന്നായ്ക്കൂടെ വായി നിന്ന് ഹല്ലേലൂയ സുരക്ഷിതമായി കാത്തതായ ദൈവ, കൂരുണ്ട് അനുഭവത്തിൽ കൂടെ ഇരുന്നതായ ദൈവ, അതേ സ്തോത്ര ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ഇന്ന് ഈ ശബ്ദം പറയുമ്പോൾ ഞാൻ പറയട്ടെ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ ദൈവം അടിയനെയും കുടുംബത്തെ നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാ പ്രിയതേ മക്കളെ മൗനമായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയില്ല. അത്രത്തോളം എന്റെ കർത്തവ്യം ഞങ്ങളെ നടത്തി ഹല്ലേലൂയ. അതേ തകർന്നു പോകേണ്ട ഇടത്ത് സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഇല്ലായ്മയായി തീരേണ്ട ഇടത്ത് സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ആളെണ്ണം കുറയേണ്ട ഇടത്തും സ്തോത്രം ഹല്ലേലൂയ. മരണത്തിന്റെ ശബ്ദങ്ങൾ ഭവനത്തിൽ വിലാപ ഭവനമായി തീരേണ്ട ഇടത്ത് ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം എന്റെ കർത്താവ് ഞങ്ങളെ കാത്തു ഹല്ലേലൂയ. കർത്താവ് പരിപാലിച്ചു സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ. ഈ പൽക്കാലം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത്, കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാ ഞാനാർ എന്റെ ഗ്രഹവും എന്തുള്ളൂ. ഇന്നലെ പകൽക്കാലം പ്രിയ ദൈവമക്കളെ ഈ ശബ്ദം നിങ്ങളോട് പറയുമ്പോ അടിയനും അപ്രകാരം പറയാൻ മാത്രമേ ഉള്ളൂ സ്തോത്രം ഹല്ലേലൂയ. കർത്താവായ യഹോവേ നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ അടിയനാർ അടിയന്റെ കുടുംബം എന്തുള്ളൂ ഹല്ലേലൂയ സ്തോത്രം. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. അതുകൊണ്ട് ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട് പ്രിയ ദൈവമക്കളെ, പക്ഷെ നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ വിടുവിച്ചതായ ദൈവം ഹല്ലേലൂയ. അതേ നിന്നെ കണ്ടതായ ദൈവം സ്തോത്ര. ചില വൈഷമ്യമേടുകളിൽ കൂടി നടത്തുമ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നും സ്തോത്രം, ആരും കൂടെ ഇല്ലെന്നൊക്കെ തോന്നും ഹല്ലേലൂയ. സഹായിക്കാനുള്ളവർ സഹായിക്കാതെ മാറി നിൽക്കുമ്പോ, അതേ സ്തോത്ര അലിവ് കാണിക്കേണ്ടവർ അലിവ് കാണിക്കാതെ മാറി നിൽക്കുമ്പോഴൊക്കെയോ വേദനകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെയും നിന്നെ താങ്ങുന്ന ഒരു കർത്താവുണ്ട് സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഓരോ പ്രാവശ്യവും സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഓരോ പ്രതികൂലത്തിന്റെ നടുവിലും സ്തോത്രം ആ കർത്താപ്പച്ചന്റെ സ്നേഹത്തെ ആഴമായിട്ട് രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു ഹല്ലേലൂയ. കഷ്ടതയുടെ മധ്യത്തെ ലോകം നമ്മുടെ കൂടെ നിൽക്കണമെന്നല്ല, പക്ഷെ അവിടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ നിന്നെ കൈവിട്ട് കളയല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കല്ല എന്ന് അരുളി ചെയ്തുകൊണ്ട് ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിന്നെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് നിന്നെ ഉള്ളം കരത്തിൽ വഹിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര. ശത്രുവിന്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കില്ല പ്രിയ ദൈവമക്കളെ സ്തോത്ര. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്നെ തകർക്കുവാനല്ല, അതേ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു രീതിയെ നിന്നെ പണിതുകൊണ്ട് വരുവാനത്രേ സ്തോത്രം. അതേ തലമുറകളെ തന്നതായ ദൈവം സ്തോത്ര ഹല്ലേലൂയ. അതേ അവരുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കടന്നു വന്ന് സ്തോത്ര. മരണത്തെ അവർ മുഖാമുഖമായി കണ്ടു. ഡോക്ടർമാർ മണിക്കൂറുകൾ മാത്രം അവർക്ക് വിധി എഴുതിയ ഒരു ടൈമുണ്ട് സ്തോത്രം. എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്ന ഇടത്തും സ്തോത്ര ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് സ്തോത്രം. രണ്ട് തലമുറകളെയും ദൈവം തമ്മിൽ അനുഗ്രഹിച്ചു, ദൈവം മാനിച്ചു. അവർക്ക് ഹല്ലേലൂയ ഡോക്ടർമാർ എഴുതിയ സർട്ടിഫിക്കറ്റുകളെ തിരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതേ മൂത്ത കുഞ്ഞിനോട് സ്തോത്രം ഹല്ലേലൂയ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തത്രേ, അവന് ഓർമ്മ കാണത്തില്ല, ബുദ്ധി കാണത്തില്ല, സുബോധം കാണത്തില്ല. ഒരു കുഞ്ഞായി നിങ്ങളുടെ കൂടെ കാണും. ഈ റിപ്പോർട്ട് തരുമ്പോ പ്രിയ ദൈവമക്കളെ, അവന്റെ 12ാം ക്ലാസ് കഴിഞ്ഞ് അവന്റെ ഡിഗ്രി കോഴ്സിലേക്ക് കയറുവാ എന്റെ ദൈവം ഇടയാക്കി. എന്റെ ദൈവത്തിന്റെ കൃപയല്ലാതെ, എന്റെ ദൈവം സഹായിച്ചു എന്നതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല പ്രിയ ദൈവമക്കളെ. ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ സ്തോത്രം. എൻ മനമേ വാഴ്ത്തുക, എന്റെ സർവാധരങ്ങളുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോബേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സ്തോത്രം ഹല്ലേലൂയ. അതേ എന്റെ കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം സഹായിച്ചു സ്തോത്ര. രണ്ടാമത്തെ കുഞ്ഞിന്റെ ജീവിതത്തിനകത്തും എന്റെ ഒടുവ് മുഖാന്തരമായിട്ട് അവൻ നോർമലായി നടക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോ ഞാൻ പറയട്ടെ, ഏത് വിഷയത്തിനകത്ത് മെഡിക്കൽ റിപ്പോർട്ട് വിധി എഴുതി വച്ചു ഹല്ലേലൂയ, ആ വിഷയത്തിനകത്ത് മാനിച്ചു ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ കാലുകൾ കൊണ്ട് അവൻ നടക്കുകയില്ല എന്ന് പറഞ്ഞെടുത്ത് അവൻ സ്കൂളിൽ സ്പോർട്സിലായി ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയതേ മക്കളെ, ലോകം
നിന്നെ നോക്കി പറയും ചിലത്, അതേ മെഡിക്കൽ റിപ്പോർട്ട് നിന്നെ നോക്കി പറയും ചിലത്. പക്ഷേ അതിനെ മാറ്റി വിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനെ മാറ്റിക്കളയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ചില വൈഷമ്യമായ മേടുകളിൽ നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയരില്ലേ? എന്തുകൊണ്ട് കർത്താവേ ഇത് വന്നു? എന്തുകൊണ്ട് കർത്താവ് ഇതൊക്കെ സംഭവിച്ചു? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഹല്ലേലൂയ. ഒടുവിൽ നിനക്കൊരു സാക്ഷി പറയാൻ കഴിയും. എന്റെ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു, എന്റെ കർത്താവിനെ ഇത്രത്തോളം നടത്തി. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. 2016 കഴിഞ്ഞപ്പോൾ ചായനെ അതേ മാരകമായ ഒരു അലർജിയുടെ ബുദ്ധിമുട്ട് വന്നു. ഈ ലോകത്തുനിന്ന് മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. ശരീരം മുഴുവനോ വ്രണമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതേ സ്തോത്രം. ഒരു സൂചി പോലും കുത്തുവാൻ കഴിയാതെ ശരീരം മുഴുവൻ ജീർണിച്ചു കഴിഞ്ഞപ്പോ ഒരു തുണി മാത്രം വിരിച്ച് ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കിടന്നപ്പോ ഇന്ന് ഈ പ്രിയതേ മക്കളെ നിങ്ങളുടെ നടുവിൽ കുടുംബമായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുമെന്ന് ചിന്തിച്ച ഒരു സമയമല്ല. സ്തോത്ര. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പല കോളുകൾ വന്നു. അതേ തീർന്നു പോയി എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അതേ എന്ത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള പല ചോദ്യങ്ങൾ, തകർന്ന അനുഭവങ്ങൾ കടന്നു വന്നു. പക്ഷേ അവിടെയൊക്കെയും എന്റെ കർത്താവ് കരം പിടിച്ച് നിർത്തി. ഹല്ലേലൂയ. കർത്താവിനോട് ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചോളൂ. പ്രിയതേ മക്കളെ, സ്തോത്രം. പല ചോദ്യങ്ങളുടെ മുമ്പാക്കി വിങ്ങി പൊട്ടി തകർന്ന് നിന്ന ഇടത്തെ സ്തോത്രം എന്റെ അപ്പനോട് ഹോസ്പിറ്റൽ മുട്ടുമടക്കിയിട്ട് എന്റെ അപ്പനോട് ഒരു കാര്യമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അടുത്ത വെക്കേഷന് പോകുമ്പോ ഈ രോഗത്തിന്റെ ഒരു പാട് പോലും ആ ശരീരത്തിൽ ശേഷിക്കാതെ വേണം അപ്പൊ ആ നാട്ടിലെത്തിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണമെന്ന് എന്റെ അപ്പൻ വിശ്വസ്തനാ. ഞാൻ പറയട്ടെ, നിന്റെ ഏകാന്തയുടെ മധ്യത്തിൽ നീ തകർന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോ നിന്റെ കരച്ചിന് മറുപടി തരുന്നൊരു ദൈവം. അടുത്ത വെക്കേഷൻ ഞങ്ങൾ കടന്നു പോയപ്പോ ഇങ്ങനെ ഒരു രോഗം ആ ശരീരത്തിനുണ്ടെന്നൊരു പാട് പോലും ശേഷിക്കാതെ വേണം എന്റെ ദൈവം തമ്പുരാനെ ചാരി വിടിവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റിൽ സ്തോത്രം. ഹല്ലേലൂയ. അതേ ഡോക്ടർമാർ വിധി എഴുതി മരിച്ചു തീർന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ അവിടെ എന്റെ ദൈവം എന്നെ വിടിവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും ജീവനോടെ മധ്യത്തിൽ എന്റെ അപ്പനെ ഉയർത്തുവാൻ ദൈവം മുന്നമേ കണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രിയതേ മക്കളെ, അങ്ങനെ 4 പേരുടെ ജീവിതത്തിൽ ഓരോ ടൈമുകളിൽ നോക്കിക്കഴിഞ്ഞാ പല പ്രാവശ്യമായിട്ട് മരണത്തെ മുഖാമുഖമായി കണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെയും എന്റെ ഉടയവൻ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. എന്റെ അപ്പൻ ഞങ്ങളെ സഹായിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. അതേ പ്രിയതേ മക്കളെ, സ്തോത്ര. ആ ഒരു ടൈമൊക്കെ നമുക്ക് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അതേ അവിടെയൊക്കെയും എന്റെ കർത്താവിന്റെ അരുമരക്ഷകന്റെ സ്നേഹം, ആ ക്രൂശിലെ സ്നേഹം, ഹല്ലേലൂയ, തിരിച്ചറിയുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. സ്തോത്രം. ഇന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യഹോവ എന്നെ ഇത്രത്തോളം സഹായിച്ചു. യഹോവന്റെ കുടുംബത്തെ ഇത്രത്തോളം സഹായിച്ചു. ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ? ഹല്ലേലൂയ. ഒന്നുമായിട്ടില്ല പ്രിയതേ മക്കളെ. സ്തോത്രം. കർത്താവ് ചെയ്ത് കഴിഞ്ഞ ഉപകാരങ്ങൾ ഓർത്ത അതേ സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഇതൊന്നും തന്നില്ല എന്ന് ചോദിക്കുവാൻ കഴിയാത്ത രീതി എന്റെ കർത്താവ് ഞങ്ങളെ മാനിച്ചു. കർത്താവ് ഉയർത്തി. കർത്താവ് നടത്തി. ഓരോ നിമിഷവും ഹല്ലേലൂയ ആ കർത്താവിന്റെ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നുണ്ട്. അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം, കഴിഞ്ഞ 24 വർഷക്കാലം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ഇടയായി തീർന്ന ആ ജീവനുള്ള സാക്ഷിയായി നിന്നോണ്ട് പറയട്ടെ, പ്രിയ ദൈവം ഇതിലെ നിന്നെ തകർത്തു കളയുവാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. നിന്നെ പരാജയപ്പെടാൻ ദൈവം അനുവദിച്ചു കൊടുക്കുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. കർത്താവ് നിന്നെ നടത്തും. ഇന്ന് നീ കടന്നു പോകുന്ന ചില ജീവിത അനുഭവങ്ങൾ, നിനക്ക് ഭയങ്കരമായ വെല്ലുവിളികളുടെ അനുഭവങ്ങൾ കാണുമായിരിക്കാം, തകർച്ചയുടെ അനുഭവങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ നാളുകൾ കഴിയുമ്പോ നിന്നിൽ നിന്ന് ആരെയുടെ വായി നിന്ന് പുറപ്പെടാത്ത നിന്റെ ഹൃദയത്തിനകത്ത് നന്ദി നിറഞ്ഞ സാക്ഷ്യങ്ങൾ പുറത്തു വരുവാൻ, ജീവനുള്ള സാക്ഷ്യങ്ങൾ പുറത്തു വരുവാൻ തക്കവണ ദൈവം ഉപയോഗിക്കുവാനായിട്ടിടയെത്തിരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം എന്നെ എന്റെ കുടുംബത്തെ ദൈവം ഉയർത്തി. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയ മക്കളോട് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. പ്രിയ മക്കളെ, സ്തോത്രം. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് എല്ലാ മാനവും മഹത്വം പുകഴ്ചയും അർപ്പിക്കുന്ന. സ്തോത്ര. ഞങ്ങളുടെ കഴിവല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്തോത്രം. ഹല്ലേലൂയ മിടുക്കല്ല. സ്തോത്രം. രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരിന്റെ മധ്യത്തിൽ കിടക്കുമ്പോൾ പ്രഭാതത്തിൽ മനസ്സിന് സ്വസ്ഥത തന്ന് രാത്രിയുടെ യാമങ്ങൾ
ഞാൻ പോലും അറിയാതെ ഉറക്കിയ ടൈമുകളുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ദൈവം നിന്നെ കൈവിട്ട് കളയത്തില്ല. സ്തോത്രം. നിന്നെ അറിയുന്ന ഒരു കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതേ മനുഷ്യർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിട്ട് പരീക്ഷ ഒന്നും തരികയില്ല. നീക്കുപോക്കുകൾ തരുന്ന ഒരു കർത്താവുണ്ട്. അതേ ചിലതി കൂടി കടത്തിവിട്ട് ജീവനുള്ള സാക്ഷിയാക്കി കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുവാനിടയെത്തിരും. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പൊ ഈ പകൽക്കാലം അവർ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലാ കർത്താവരെ വിടുവിക്കുമെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കട്ടെ കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ അടിയനെയും കുടുംബത്തെ വിടുവിച്ച് ഇത്രത്തോളം സഹായിച്ചതായ ദൈവം കർത്താവേ, ജീവിതത്തിന്റെ വൈഷമ്യം മേടുക്കളി കർത്താവേ കരം പിടിച്ച് നടത്തുന്ന കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുതൽ കർത്താവേ, പ്രിയ ജനം തിരിച്ചറിയത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ശമൂൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്റെ കുടുംബം എന്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കർത്താവെ തന്റെ ജനത്തിന് വിടുതലായി തീരണം, അത്ഭുതമായി തീർന്ന, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.